ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാലപ്പം റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനായി ഒരു ചിക്കൻ സ്റ്റൂവുമാണ്. പാലപ്പം അറിയാലോ, നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം. അതുപോലെ തന്നെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂവാണ്. എന്നാൽ നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് അരയ്ക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ച് ക്ലീൻ ചെയ്ത് എടുത്തതാണ്. അതുപോലെ ഈ പച്ചരി എടുത്ത സെയിം അളവിൽ തന്നെ ആ കപ്പിൽ തന്നെ 1 കപ്പ് ചോറും അതുപോലെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. 1 കപ്പ് തേങ്ങാപ്പാൽ കട്ടിപ്പാലായതുകൊണ്ട് ഞാൻ 1 കപ്പ് മാത്രം എടുത്തു. ബാക്കി 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ അരക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾ 1/4 കപ്പ് പാൽ തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും 1/4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്. ഇതെല്ലാം കൂടി നമുക്ക് സ്മൂത്തായി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് വരാം. ഞാൻ മുഴുവനും ഒന്നിച്ച് തന്നെയാണ് ഇടുന്നത്. എന്നാൽ നമുക്ക് അരച്ചതിന് ശേഷം കാണാം. ആ 1 കപ്പ് ചോറും അതുപോലെ 1/4 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഞാൻ ഈസ്റ്റും കൂടിയിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ എനിക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരച്ചെടുക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക. മാവ് അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഉപ്പും അതുപോലെ വേറെ 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും നിങ്ങൾക്ക് ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പും അതുപോലെ ഇത് മിക്സ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മെൽറ്റായി കിട്ടണമെന്നൊന്നുമില്ല. നമ്മളിത് രാവിലെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ടോട്ടലി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. രാവിലെയാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത്. ഇതായിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. മാവ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ പിന്നെ ബബിൾസൊക്കെ വന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഞാനെൻ്റെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ 1.5 തവി നിറച്ചും കോരി ഒഴിച്ച് ഫുള്ളായിട്ട് തന്നെ അപ്പച്ചട്ടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ തന്നെ കോരി ഒഴിച്ചിട്ടുണ്ട്. വലിയ അപ്പമായി കിട്ടുമ്പോഴാണ് ആ ഒരു ഹോട്ടലിലൊക്കെ ഒരു പാലപ്പം വെള്ളപ്പൊക്കെ കാണില്ലേ, ആ ഒരു അപ്പം പോലെ തോന്നുന്നത് നമുക്ക്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക, പിന്നെ കുരുമുളക്, ഗ്രാമ്പൂ, അതുപോലെ പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക.
അതൊന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് പച്ചമുളകൊക്കെ മാറിയാൽ നമുക്കിനി ബാക്കി ഇടേണ്ട വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരിയതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു ചെറിയ ഉള്ളിയാണ് എടുത്തെടുത്തത്. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് വഴറ്റുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് പിന്നെ നല്ലപോലെ ഫ്രൈ ആവണ്ട, ഉടഞ്ഞ് കിട്ടണ്ട. നമ്മൾ പിന്നെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇടുമ്പോൾ കുക്കർ ടോപ്പ് ഇട്ട് കൊടുക്കുന്നില്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനൊക്കെ എല്ലാം വെന്ത് കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതും ജസ്റ്റ് അതിൻ്റെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂണ് മൈദപ്പൊടിയാണ്. വേറൊന്നും ഞാൻ ഇതിലേക്ക് നമ്മുടെ കറി പിന്നെ കട്ടി കൂടാനായിട്ട് ചേർക്കുന്നില്ല. 1 സ്പൂണ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്കിനി കൂടുതൽ ചിക്കൻ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ചിക്കനും കൂടിയിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉപ്പും കറക്റ്റ് ചെയ്തതിന് ശേഷം, ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിന്നെ നമുക്ക് ഒഴിക്കാനുണ്ട്. ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം അപ്പോഴും ഫൈനലായിട്ടൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് ചിക്കൻ വേവുന്നതിനാവശ്യമായി വിസിലെടുക്കാം. ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് കിട്ടി. ഇനി ഞാൻ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറി നമ്മുടെ സ്റ്റൂവിൽ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ നമ്മുടെ കറി ഇതിനേക്കാളും കാണാൻ ചിക്കൻ ഇങ്ങനെ വലുതായിട്ട് കാണില്ല. ചിക്കന് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപോലെയുള്ള പിന്നെ രീതിയിൽ തന്നെ ചിക്കൻ എടുക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അതിൽ കുറച്ചായിട്ട് ആ കുരുമുളക് പൊടി എടുത്ത അതിൻ്റെ ഹാഫായിട്ട് നമുക്ക് ഗരം മസാലപ്പൊടിയും ഇടാം. അതുപോലെ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിടുമ്പോൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതും കൂടി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി കിട്ടിയാൽ ഇത് നമ്മുടെ കുറുമ പിന്നെ ടൈം എടുക്കും തോറും പിന്നെ തിളച്ച് നമ്മൾ ഫ്ലെയിമിൽ ഓഫ് ചെയ്യില്ലേ, അപ്പോൾ ടൈമർ എടുക്കും തോറും അത് കുറുകി കിട്ടും. അപ്പോൾ നമുക്കിത് കറക്റ്റ് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൂവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.